ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മളെ കൂട്ടുകാരൻ ഷിജു അച്ചായൻ്റെ കൂടെയാണ് യാത്രയല്ല നമ്മൾ ഏർപ്പാട്. ഷിജു അച്ചായൻ ഡ്രൈവിങ്ങിലാണ്. അച്ചായ ഒരായി പറഞ്ഞ ഒച്ച കേട്ടിട്ടില്ല അതിൽ. അങ്ങനെ ഉറക്കനെ പറ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ വടപ്പുറം പാലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നിലമ്പൂർ എത്തുന്നതിന് മുമ്പ് വടപ്പുറം പാലത്തിൻ്റെ അവിടെ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അതുകൂടാതെ നമ്മൾ സുഹൃത്തിൻ്റെ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൈസൂർക്ക് പോകാൻ. നമ്മൾ ഷഫീഖിൻ്റെ വണ്ടിയാണ് വളാഞ്ചേരിയുള്ള SRK ലോജിസ്റ്റിക്. അപ്പോൾ ആ വണ്ടിയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് പോകുകയും ചെയ്യാം. ഇവിടെ നിന്ന് ചായ കുടിക്കാം ഒന്ന് കഴിച്ച് നിർത്തിയതാണ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ സൈഡാക്കി ഇട്ടിട്ടുണ്ട്. റോഡൊക്കെ നല്ല തിരക്കാണ്, ഞായറാഴ്ച ആയിരുന്നു. വടപ്പുറം SRK ലോജിസ്റ്റിക്. അപ്പോൾ അതാണ് നമ്മൾ SRK നമ്മളെടുത്ത വണ്ടിയാണ്. ഈ വണ്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ നമ്മൾ ചാനൽ കയറിയാൽ കാണാൻ കഴിയും. ചെക്കന്മാർ ചായ അടിക്കാൻ പോയിക്കണം. ഫോട്ടോ ചായ എടുക്കട്ടെ. പല ഐറ്റംസും ഉണ്ട്. എടക്കര എക്സ്പോ. മറൈൻ മിറാക്കിൾ. നല്ല തിരക്കുണ്ടല്ലോ. ആരാതെ തുരപ്പൻ. മറൈൻ മിറാക്കിളാണല്ലേ. പെരുന്നാളിൻ്റെ ആഘോഷങ്ങളാണ്. അപ്പോൾ എടക്കര പാലാടാണ് ഇപ്പോൾ നമ്മളെ മറൈൻ മിറാക്കിൾ കണ്ടത്. ഇപ്പോൾ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളാണ് ഫുള്ള്. നിലമ്പൂർ ചന്തക്കുന്നൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ ചുരമൊക്കെ എന്താ അവസ്ഥ വരടാ? അതെ, കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വഴിക്കട എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിന് സൈഡാക്കിയതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ സംഘത്തിൻ്റെ ബോർഡ് കേട്ടോ. മറൈൻ മിറാക്കിൾ ഇതാക്കണം. മറൈൻ മിറാക്കിൾ മാർച്ച് 28 മുതൽ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. നല്ല തിരക്കാണ്. പെരുന്നാളിൻ്റെ പരിപാടിയായിട്ട് ഇതാ മുത്തശ്ശി കഥകളിലെ മത്സ്യകന്യകമാർ മറൈൻ എക്സ്പോ. അപ്പം ഇനി കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങട്ടെ. അപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. വണ്ടികൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്. ഒക്കെ ടൂറ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വണ്ടിക്കാരാണോ? വഴിക്കടവ് ഐസ്ക്രീം കച്ചവടക്കാരും നല്ല ഉണ്ടല്ലോ. നല്ല തിരക്കാം. ചുരത്തുമുള്ള തിരക്കാണ് ആൾക്കാർ. ഇവിടുന്ന് വൈകുന്നേരം അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. അസ്തമയ സൂര്യൻ ഇങ്ങനെ അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
നമ്മളിപ്പോൾ മൈസൂർ വണ്ടിപ്പാളയം പാർക്കിങ്ങിലാണ് ഉള്ളത്. നിറച്ച് വണ്ടിയാണ് കേട്ടോ. നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത്. രാവിലെ നോക്കിയപ്പോൾ നിറച്ച് വണ്ടിയുണ്ട്. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. വണ്ടികൾ കൂടുതലാണ്, ലോഡ് വളരെ കുറവാണ്. ഇപ്പോൾ ഏപ്രിൽ മാസം പകുതി ആകണം, പകുതി കഴിയണം. മാർച്ച് ഏപ്രിൽ പകുതി വരെ ഈ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലോഡായിട്ടുണ്ട്. ഇത്രങ്ങാനും വണ്ടിയാണത്. പാർക്കിങ് സൗകര്യം കൂട്ടുണ്ട്. അവിടെയൊക്കെ കാടായിരുന്നു മുമ്പ്. അപ്പോൾ ഒക്കെ റോഡൊക്കെ ഇതിന് സൗകര്യം ആക്കുന്നുണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളിതാണ് ഷീട്ട്. കേരപ്പെട്ടെന്നാണ് നമുക്ക് അരി കയറ്റാൻ. അരി ലോഡാണ്. ആറ്റിങ്ങലാണ്, ആറ്റിങ്ങൽ. അപ്പോൾ കയറ്റാൻ വേണ്ടി പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇതേ കമ്പനിയിൽ നിന്നാണ് ഞാൻ ലോഡ് കയറ്റിയത്. കേരപ്പെട്ട സിദ്ധലിംഗേശ്വര എന്താ കമ്പനിയിൽ നിന്നാണ്. അവിടെ നിന്ന് തന്നെയാണ് വീണ്ടും കിട്ടിയിട്ടുള്ളത്. കോലാപ്പൂര് പഞ്ചസാര മഹാരാഷ്ട്ര ലോഡുണ്ട്, വാടകയില്ലല്ലോ. വണ്ടിക്കാരെ ചാമ്പാനായിട്ട് നടക്കല്ലേ. ടോള് കൂടി, ഡീസലിന് കൂടി, വണ്ടി വാടക മാത്രം കൂടൂല. വണ്ടിക്ക് വാടക വെച്ച് എല്ലാം കൂടുന്നുണ്ട്. എല്ലായിടത്തും വല്ല കത്തിയിട്ടുണ്ടാവും. ഇനിയാണ് ദുരിതം. ഇനി അങ്ങോട്ട് പോയാണ് ദുരിതം തുടങ്ങുന്നത്. ചാടി കളിച്ചു ഉള്ള ആടിന്റെ ദിവസമാണ്. ആട്ടിറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ലീവാണ്. ഇന്നലെ ഇറച്ചിയില്ല ഇവിടെ. അത് തിങ്കളാഴ്ച ഇവിടെ ഇറച്ചിയില്ല. ഇവിടെ എന്താ പൂജ പരിപാടിയോ കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇറച്ചി പരിപാടി. കിട്ടില്ല. തിങ്കൾക്കിടമയാണ്. കേർപേട്ട ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ പോയി പോകുക. കേർപേട്ട നമുക്ക് ലോഡ് കയറ്റാണ്. കഴിഞ്ഞ ലോഡ് കയറ്റി അതേ സ്ഥലത്ത് നിന്നാണ്. പക്ഷെ നമുക്ക് ഇറക്കേണ്ട സ്ഥലം അവിടെയല്ല. സ്ഥലം നമ്മൾ കൊല്ലം. വണ്ടി മാറിയിട്ടുള്ളൂ. വണ്ടി മാറി. അപ്പം നമ്മളെ ലോഡ് കയറ്റി തുടങ്ങിയിരുന്നു. ഇതൊക്കെ നമ്മളെ പച്ചേരിയാണ്.
പച്ചേരിയാണ് A1 ബ്രാൻഡ് അപ്പോൾ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണിക്കാർ നല്ല ഫാസ്റ്റാട്ടോ ലോഡിങ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വൈകുന്നേരം വന്നിട്ട് അവിടെ നിന്ന് കയറ്റിയത് പെട്ടെന്ന് 3/4 മണിക്കൂർ കൊണ്ട് വണ്ടി ലോഡായി. അന്നത്തെ അത്ര ഫാസ്റ്റില്ല, അന്ന് പിന്നെ അവർക്ക് പണി നിർത്താനുള്ള സമയമായതുകൊണ്ട് നടക്കുന്നുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.